നടന്നിട്ടില്ല. അത് ഉണ്ടാക്കണല്ലോ, പക്ഷെ അങ്ങോട്ട് പോണുണ്ട് അപ്പൂപ്പൻ്റെ വീട്ടിക്ക്. കണ്ണൻകുട്ടിയാണ് പാല് പായസം ഉണ്ടാക്കുന്നത് അല്ലേ? പാൽ പായസം ഉണ്ടാക്കുന്നത് അല്ലേ? ഇളക്കി കൊടുക്ക്. സേമിയ ഇടാണ്ട്. സേമിയ ഇടട്ടെ? ഇത് കുറച്ചേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. എന്ത് പാൽ പായസ? അതെന്തിനാ? എന്നിട്ട് നമുക്ക് ഇതിന് കുറച്ച് മാത്രം കൊടുക്കാം. സെക്കൻഡ് ചെയ്യണേ, പക്ഷെ ഇത് തളിച്ച് വരുമ്പോ നമ്മൾ ഓഫാക്കി കൊടുക്കേ. ഇതാരാ പാൽപ്പായസം ഉണ്ടാക്കണ? കുഞ്ഞു ബേബി ആരാണ്? മമ്മ പാത്രം കഴിക്കുക, ഞാൻ പാൽ പായസം ഉണ്ടാക്കുക. മമ്മേനെ ഹെൽപ്പ് ചെയ്യാനോ? നല്ല കൊച്ചാണല്ലോ. റെഡിയായോ? എന്റെ കുട്ടി കൊറേ നേരമായിട്ടോ അത് ഇളക്കിക്കൊണ്ടിരിക്കണേ. ഇപ്പൊ പാൽപ്പായസം റെഡിയായിന്ന് കണ്ണൻ പറയുന്നുണ്ട്. നമുക്ക് നോക്കി നോക്കാം. റെഡിയായോ? കുറുകി വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഓഫാക്കിയാലോ? ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പൊക്കെ വറുത്തിടാം. സേമിയ പായസം റെഡിയായി വന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് സെർവ് ചെയ്യാം. ആർക്കൊക്കെ സെർവ് ചെയ്യണ കുട്ടി? ഇത് ആർക്ക് വേണ്ടിട്ട് ഉണ്ടാക്കിയതാ? ബാബയ്ക്കും എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കിയതാ അല്ലേ? ഉത്രാട സദ്യക്കുള്ള പാൽപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കണ്ണൻ കുഞ്ഞാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. പകുതി മുക്കാലും അവന്റെ എഫേർട്ടാണ്. ഇളക്കി എൻ്റെ കൂടെ നിന്നിട്ട് പാൽപ്പായസം ഉണ്ടാക്കാൻ അവൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സേമിയ പായസമാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നമ്മൾ വറുത്തിടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ സേമിയം നമ്മൾ നെയ്യൊക്കെ ഒഴിച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് നല്ല അടിപൊളി സേമിയ പായസം റെഡി ആക്കിയിട്ടുണ്ടേ. കണ്ടോ, സേമിയ പായസം പിന്നെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുണ്ടാവുമല്ലോ, പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ? അപ്പോൾ ഇന്ന് ഉത്രാടദിനത്തിൽ നമുക്ക് സേമിയ പായസമൊക്കെ കൂട്ടിയിട്ടുള്ള സദ്യയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓണം ആശംസകൾ. എല്ലാവരും കണ്ടില്ലെങ്കിൽ പറയണം, ലൈക്ക് കൊടുക്കണേ. കണ്ടില്ലെങ്കിൽ വേഗം പറയണം. അപ്പോൾ ഉമ്മ